Hi dear students, welcome back to Alex E Academy. Your lecture EST 100 Engineering Mechanics second module 11th lecture ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാഡർ ഫ്രിക്ഷൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ ലാഡർ ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് KTU 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ലാഡർ ക്യാപിറ്റൽ AB 3 meter long weights 180 Newton is placed against a wall with A at the floor level and B at the wall. അപ്പോൾ AB ലെങ്ത്തിലുള്ള AB എന്ന് പറയുന്ന ഒരു ലാഡർ 3 മീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത്. അത് നമ്മളൊരു വോളിൽ ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ വോളിലും ഫ്ലോറിലുമായിട്ട് ഈ രീതിയിൽ ചാരി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എ എന്ന് പറഞ്ഞാൽ ഫ്ലോറിലെ പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എയും ഈ ഒരു പോയിൻ്റ് വോളിലെ പോയിൻ്റ് ബിയും ആണ്. ദ ലാഡർ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി വിത്ത് ഫ്ലോർ. അപ്പോൾ ലാഡർ ഫ്ലോറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ലാഡറും ഫ്ലോറുമായിട്ട് മേക്ക് ചെയ്യുന്നത് 60 ഡിഗ്രിയാണ്. ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ വോൾ ആൻഡ് ദ ലാഡർ ഈസ്, വോളും ലാഡറുമായിട്ട് മേക്ക് ചെയ്യുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ μW is equal to 0.25 ആണ്. ആൻഡ് ദാറ്റ് ബിറ്റ്വീൻ ഫ്ലോർ ആൻഡ് ദ ലാഡർ ഈസ്, അതായത് ഫ്ലോറും ലാഡറുമായിട്ട് മേക്ക് ചെയ്യുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ μF is equal to 0.35 ആണ്. ഇൻ അഡീഷൻ ടു ദ സെൽഫ് വെയ്റ്റ് ഓഫ് ദ ലാഡർ, ഇറ്റ് ഹാസ് ടു സപ്പോർട്ട് എ മാൻ വെയിങ് 900 Newton അറ്റ് ദ ടോപ്പ് ബി. അപ്പോൾ ലാഡറിൻ്റെ സെൽഫ് വെയ്റ്റ് കൂടാതെ ലാഡറിന് ഒരു മാനിനെയും കൂടി സപ്പോർട്ട് ചെയ്യണം. മാൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ 900 Newton ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിലാണ് ആ മാൻ നിൽക്കുന്നത്. ടു പ്രിവെൻറ്റ് സ്ലിപ്പിംഗ്, എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഹൊറിസോണ്ടലി അറ്റ് ദ ലെവൽ ഓഫ് ദ ഫ്ലോർ. ഫൈൻഡ് ദ മിനിമം ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻ ദിസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ലാഡർ സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്ന ലാഡർ. ഓക്കെ, അപ്പോൾ ഇത് വോളാണ്, ഇത് ഫ്ലോറാണ്, ഇതാണ് നമ്മുടെ ലാഡർ. ഈ പോയിൻ്റ് എ, ഈ പോയിൻ്റ് ബി. ലാഡർ സെൽഫ് വെയ്റ്റ് 180 Newton ആണ്. അത് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് സി ആണ്. ലാഡറും ഫ്ലോറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇനി എപ്പോഴും സെൽഫ് വെയ്റ്റ് ആക്ട് ചെയ്യുന്ന ലാഡറിൻ്റെ സെൻറ്ററിലായിരിക്കും. ഇപ്പോൾ ടോട്ടൽ 3 മീറ്ററാണ് ലാഡറിൻ്റെ ലെങ്ത്ത്. അപ്പോൾ എ മുതൽ സി വരെ 1.5, സി മുതൽ ബി വരെ 1.5 മീറ്റർ. ഇനി ഒരു 900 Newton വെയിറ്റ് ഉള്ളൊരു മാൻ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും ലാഡറിന് എന്ത് സംഭവിക്കും? ഈ ലാഡർ ടിൽറ്റ് ചെയ്ത് തെന്നി താഴത്തേക്ക് വീഴാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാഡറിൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിൽ, ഫ്ലോർ എന്ന് പറയുന്ന പോയിന്റിൽ പി എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. എങ്കിലേ ഈ ലാഡർ സ്ലൈഡ് ചെയ്ത് വീഴാതെ നമുക്ക് ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ പിടിച്ചു നിർത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന ഫോഴ്സ്, മിനിമം എത്ര ഫോഴ്സ് കൊടുത്താൽ ഈ ലാഡർ സ്ലിപ്പ് ചെയ്യാതെ നമുക്ക് പിടിച്ചു നിർത്താം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് നോക്കാം. The inclination of ladder with horizontal is equal to 60 degree. അപ്പോൾ ലാഡറും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ലെങ്ത് ഓഫ് ദ ലാഡർ 3 മീറ്റർ. ടോട്ടൽ ലാഡറിൻ്റെ ലെങ്ത് 3 മീറ്റർ ആണ്. ലാഡറിൻ്റെ വെയിറ്റ് 180 Newton ആണ്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അറ്റ് ദ വോൾ, വോളും ലാഡറുമായിട്ട് മേക്ക് ചെയ്യുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.25ഉം ഫ്ലോറും ലാഡറുമായിട്ട് മേക്ക് ചെയ്യുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.35 ആണ്. ഇനി നമ്മൾ ഒരു എക്സ്റ്റേണൽ ലോഡായിട്ട് ഒരു മാൻ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ വെയിറ്റ് 900 Newton ആണ്. ഇനി എന്ത് ചെയ്യുക? കൺസിഡർ ദ ഇക്വിലിബ്രിയം, ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം ഓഫ് ദ ലാഡർ. അപ്പോൾ ലാഡർ ഇക്വിലിബ്രിയത്തിലാണെന്നുള്ള അസംഷൻ എടുക്കുക. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഇതായിരുന്നു നമ്മുടെ വോള്, ഇതായിരുന്നു നമ്മുടെ ലാഡർ, ഫ്ലോർ. ഇതാണ് നമ്മുടെ ലാഡർ വരുന്നത്. ലാഡറിൻ്റെ സെൽഫ് വെയിറ്റ് ആയിട്ട് 180 Newton ആക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് സി ആണ്. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഒരു മാൻ നിൽക്കുന്നുണ്ട്. പുള്ളിയുടെ വെയിറ്റ് 900 Newton ആണ്. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് എ എന്നും ഈ ഒരു പോയിന്റ് ബി എന്നും നമ്മൾ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് 1.5 മീറ്ററും സി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 1.5 മീറ്ററുമാണ്. ഓക്കെ, ഇനി സീനെ നേരെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ കിട്ടുന്ന പോയിന്റ് ഡിയും ഈ പോയിന്റ് ഒയുമായിട്ട് എടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ആക്ട് ചെയ്യുന്നു നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ ഫ്ലോറിൽ നിന്ന് ലാഡറിലേക്ക് വരുന്ന ഫ്രിക്ഷൻ
റിയാക്ഷനെ നമുക്ക് RF എന്ന് കൊടുക്കാം. റിയാക്ഷൻ അറ്റ് ഫ്ലോർ ലെവൽ RF എന്ന് കൊടുക്കാം. ഇനി ഈ ഒരു ലാഡർ എങ്ങോട്ടേക്കായിരിക്കും ടിൽറ്റ് ചെയ്ത് പോകുന്നത്? ഈ ഒരു ലാഡർ ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള ടെൻഡൻസി. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതാണ് μF ഇൻറ്റു RF. μF എന്ന് വെച്ചാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അറ്റ് ദ ഫ്ലോർ ലെവൽ ഇൻറ്റു RF എന്ന് വെച്ചാൽ റിയാക്ഷൻ അറ്റ് ഫ്ലോർ. ഇനി ഈ ലാഡറിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളൊരു ഫോഴ്സ് എ എന്ന് പറയുന്ന പോയിന്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് P ആണ്. അപ്പോൾ ഈ ലാഡർ സ്ലിപ്പ് ചെയ്ത് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് P ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതും എ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ വോള് ഫ്ലോറിലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ RW ആണ്. റിയാക്ഷൻ അറ്റ് ദ വോൾ ഇസ് ഈക്വൽ ടു RW. ഇനി ഈ B എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്ന ലാഡർ സ്ലിപ്പ് ചെയ്ത് താഴത്തേക്കായിരിക്കും വീഴുന്നത് അല്ലേ? സ്ലിപ്പ് ചെയ്ത് താഴത്തേക്കായിരിക്കും വീഴുന്നത്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ μW ഇൻറ്റു RW. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ACD എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതിനകത്ത് നിന്ന് കോസ് തീറ്റ എടുക്കുക. കോസ് തീറ്റ എടുക്കുമ്പോൾ എന്ത് വരും? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് AD ബൈ AC. നമുക്ക് വേണ്ടത് ADയുടെ ഇക്വേഷനാണ്. AD ഈസ് ഈക്വൽ ടു AC cos 60 എന്ന് വരും. ACയുടെ വാല്യൂ നമുക്കറിയാം 1.5. ദർഫോർ 1.5 cos 60. അപ്പോൾ ADയുടെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് ഈ വലിയ ട്രയാങ്കിൾ എടുക്കാം. ABO എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കാം. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ് അല്ലേ? ഇവിടെ നിന്ന് cos 60 എടുക്കുക. cos 60 എടുക്കുമ്പോഴത്തേക്കും അഡ്ജസൻറ്റ് സൈഡ് AO ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് AB, മൊത്തം 3 മീറ്റർ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് AO ആണ് വേണ്ടത്. അപ്പോൾ AO ഈസ് ഈക്വൽ ടു AB cos 60 എന്ന് വരും. AB എന്ന് പറയുമ്പോൾ 3 ആണ് ഇൻറ്റു cos 60. ഇനി അടുത്ത സെയിം ഈ ട്രയാങ്കിളിൽ നിന്ന് sin 60 എടുക്കാം. sin 60 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ sin 60 ഈസ് ഈക്വൽ ടു BO, ഓപ്പോസിറ്റ് സൈഡ് BO ഡിവൈഡഡ് ബൈ AB. ഇവിടെയും AB ഈസ് ഈക്വൽ ടു 3 മീറ്റർ ആണ്. ദർഫോർ BO ഈസ് ഈക്വൽ ടു 3 sin 60 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ADയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി, AOയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി, BOയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. ഇത് നമുക്ക് മൊമെൻ്റ് അറ്റ് A എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതുമ്പോൾ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് കൺസിഡർ ദി ഇക്വിലിബ്രിയം ഓഫ് ദ ലാഡർ. ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ സിഗ്മ FY ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സം ഓഫ് ഫോഴ്സസ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അപ്വേർഡ് ഫോഴ്സിനെ പോസിറ്റീവ് എടുക്കാം. അപ്പോൾ 2 അപ്വേർഡ് ഫോഴ്സാണുള്ളത്. ഒന്ന് RFഉം ഒന്ന് μW ഇൻറ്റു RW. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ്. ഇനി അടുത്ത ഡൗൺവേർഡ് ഫോഴ്സായിട്ട് 180 ഉണ്ട്. അടുത്ത ഡൗൺവേർഡ് ഫോഴ്സായിട്ട് 900 ഉണ്ട്. ഇത് രണ്ടും ഡൗൺവേർഡ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എന്തെന്ന് വരും? RF പ്ലസ് μW RW മൈനസ് 180 മൈനസ് 900 ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1080 എന്ന് വരും. ഇതിനെ ഈക്വൽ ടുവിൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് വരും? RF പ്ലസ് μW RW. ഇതിനകത്ത് μW ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.25 ആണ് ഫ്രിക്ഷൻ അറ്റ് ദ വോൾ ലെവൽ. അപ്പോൾ RF പ്ലസ് 0.5 RW ഇസ് ഈക്വൽ ടു 1080 എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതുക. അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ സിഗ്മ FX ഇസ് ഈക്വൽ ടു 0. സം ഓഫ് ഫോഴ്സസ് ഇൻ X ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ്. ഫസ്റ്റ് ഫോഴ്സ് ഇതാണ് μF ഇൻറ്റു RF. അടുത്ത ഫോഴ്സ് ഇതാണ് P. ഇത് രണ്ടും പോസിറ്റീവാണ്. ഓക്കെ, ഇനി ലെഫ്റ്റിലേക്ക് വരുന്ന ഒരേ ഒരു ഫോഴ്സേ ഉള്ളൂ, അത് RW ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തെന്ന് വരും? μF RF പ്ലസ് P മൈനസ് RW ഇസ് ഈക്വൽ ടു 0. അവിടെ നമുക്ക് P ഇസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ എഴുതാം. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് P ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Pനെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇട്ടിട്ട് RWനെ റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് RW ആവും. μF RFനെ റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് μF RF ആവും. ഇനി അതിൽ തന്നെ μF എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അറ്റ് ദ ഫ്ലോർ ലെവലാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.35. ദർഫോർ P ഈസ് ഈക്വൽ ടു RW മൈനസ് 0.35 ഇൻറ്റു RF. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതും. ഇനി നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 1ഉം 2ലും RF അൺനോൺ ആണ്, RW അൺനോൺ ആണ്, P അൺനോൺ ആണ്. അപ്പോൾ 2 ഇക്വേഷനും 3 അൺനോണുമാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫർദർ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ഇക്വിലിബ്രിയം കണ്ടീഷനായിട്ട് സിഗ്മ M ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് മൊമെൻ്റ് അറ്റ് A എടുക്കാം. A എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ മൊമെൻ്റ് എടുക്കുമ്പോൾ Aയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? RF ആക്ട് ചെയ്യുന്നുണ്ട്, P ആക്ട് ചെയ്യുന്നുണ്ട്, μF ഇൻറ്റു RF ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം മൊമെൻ്റ് അറ്റ് A എടുക്കുമ്പോൾ Aയിൽ ആക്ട് ചെയ്യുന്ന ഈ 3 ഫോഴ്സും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ മൊമെൻറ്റ് 0 ആയിരിക്കും. ഇനി നമുക്ക് A എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു. ഫസ്റ്റ് ഈ ഒരു ഫോഴ്സ് നോക്കാം, 180 A എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് AO ആണ്. അപ്പോൾ 180 ഇൻറ്റു ഡിസ്റ്റൻസ് AD, AO അല്ല AD. ഇത് ആക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് വരുന്നത് നമുക്ക് ഈ 900 എടുക്കാം.
എ എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത് എ ആണ്. അപ്പോൾ 900 ഇൻറ്റു എ ഒ. ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? എ എന്ന് പറയുന്ന പോയിന്റിനെ വിത്ത് റെസ്പെക്ട് ടു ഈ മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പോൾ സിഗ്മ എം എ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിൽ 180 ഇൻറ്റു എ ഡി പ്ലസ് 180 ഇൻറ്റു എ ഡി പ്ലസ് 900 ഇൻറ്റു എ ഒ. ഇത് രണ്ടും ക്ലോക്ക് വൈസ് മൊമെൻറ്റുകളാണ്. ഇനി അടുത്ത ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റായിട്ട് നമുക്കിതാ ഈ ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യാം. ഇതാണ് പോയിൻ്റ്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാ എ ഒ ആണ് വരുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട്. ഇനി എ എന്ന് പറയുന്ന പോയിന്റിനെ വിത്ത് റെസ്പെക്ട് ടു ഇത് ആക്ട് ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ദെർഫോർ മൈനസ് ആർ ഡബ്ല്യു മ്യൂ ഡബ്ല്യു ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ ഒ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതങ്ങനെ. അടുത്തത് നമുക്ക് ഈ ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യാം. പോയിന്റ് എ ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. ബി ഒ ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ദെർഫോർ മൈനസ് ആർ ഡബ്ല്യു ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബി ഒ. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മൈനസ് ആർ ഡബ്ല്യു മ്യൂ ഡബ്ല്യു ഇൻറ്റു എ ഒ മൈനസ് ആർ ഡബ്ല്യു ഇൻറ്റു ബി ഒ ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക? എ ഡി എ ഒ ബി ഒ ഇതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ഡിയുടെ ഇക്വേഷൻ, എ ഒയുടെ ഇക്വേഷൻ, ബി ഒയുടെ ഇക്വേഷൻ. ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 180 അതുപോലെ എഴുതി, എ ഡിക്ക് വരം 1.5 cos 60 പ്ലസ് 900 അതുപോലെ എഴുതി, എ ഒക്ക് വരം 3 cos 60 മൈനസ്, ഇനി ഈ മൈനസ് ടേമൊക്കെ നമുക്ക് ഈക്വൽ ടുവിൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത് ഇത്രയാണ് പോസിറ്റീവ് ടേം, അതുപോലെ എഴുതി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇതാണ്. ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് മ്യൂ ഡബ്ല്യൂയുടെ വാല്യൂ 0.25, ആർ ഡബ്ല്യു അതുപോലെ എഴുതി, എ ഒ 3 cos 60. ഇനി അടുത്തത് വീണ്ടും ഈ മൈനസ് ആയിരുന്നു, ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് ആയി, പ്ലസ് ആർ ഡബ്ല്യു അതുപോലെ എഴുതി, ബി ഒക്ക് പകരം 3 cos 60 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇത് സോൾവ് ചെയ്യുമ്പോൾ 135 കിട്ടും, ഇത് സോൾവ് ചെയ്യുമ്പോൾ 1350 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ഇത് ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ 0.375 ആർ ഡബ്ല്യു എന്ന് കിട്ടും, പ്ലസ് ഇത് സോൾവ് ചെയ്യുമ്പോൾ 2.59 ആർ ഡബ്ല്യു എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? അതൊന്ന് ആഡ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ആർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1485 ഡിവൈഡഡ് ബൈ 2.973 എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ ആർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 499.5 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ആർ ഡബ്ല്യു കിട്ടിയല്ലോ. ആർ ഡബ്ല്യു കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആർ എഫ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് എഴുതാം? ഫ്രം ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 1 ഇതായിരുന്നു, ആർ എഫ് പ്ലസ് 0.25 ആർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1080. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെഴുതാം? ആർ എഫ് ലെഫ്റ്റ് സൈഡിൽ ഇടാം, ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1080 അതുപോലെ വരും. പോസിറ്റീവ് എന്നുള്ളതിൽ റൈറ്റിലേക്ക് വരുമ്പോൾ മൈനസ് ആവും, 0.25 അതുപോലെ എഴുതി, ആർ ഡബ്ല്യുവിൻ്റെ വാല്യൂ 499.5. സോൾവ് ചെയ്യുമ്പോൾ ആർ എഫ് ഇസ് ഈക്വൽ ടു 955 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഫൈനലി എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 2 പിൻ്റെ ഇക്വേഷനാണ്. ഇതിൻ്റെ അകത്ത് ആർ ഡബ്ല്യുവും ആർ എഫും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 2 വി ഹാവ് പി ഇസ് ഈക്വൽ ടു ആർ ഡബ്ല്യു മൈനസ് 0.35 ആർ എഫ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആർ ഡബ്ല്യു 499.5 ആണ്, മൈനസ് 0.35 ഇൻറ്റു ആർ എഫ് 955 ആണ്. സോൾവ് ചെയ്യുമ്പോൾ പി ഇസ് ഈക്വൽ ടു 165.25 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ലാഡർ സ്ലിപ്പ് ചെയ്യാതെ പിടിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ അപ്ലൈ ചെയ്യേണ്ട മിനിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു 165.25 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇത് ആണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. KTUവിൻ്റെ ജൂൺ 2016, ജൂലൈ 2016, ജനുവരി 2017 ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും കോമൺ ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു പ്രോബ്ലമാണിത്. എ യൂണിഫോം ലാഡർ 4 meter ലെങ്ത് റെസ്റ്റ് അഗെയിൻസ്റ്റ് എ വാൾ വിച്ച് മേക്സ് ആൻ ആംഗിൾ 45 degree as shown in figure. The coefficient of friction between ladder and wall is 0.4. ഓക്കെ, അപ്പോൾ ഒരു ലാഡറുണ്ട്. ഈ ലാഡർ ഒരു വാളിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ വോളും ലാഡറുമായിട്ട് ചെയ്യുന്ന ആംഗിൾ 45 ആണ്. അപ്പോൾ ഈ ആംഗിൾ 45 ആണെങ്കിൽ ഇത് 90 ആയിരിക്കും, ഇത് എത്ര ആയിരിക്കും? 45 degree ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ലാഡറും വോളുമായിട്ട് മേക്ക് ചെയ്യുന്ന കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അതായത് മ്യൂ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0.4. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലാഡർ ആൻഡ് ഫ്ലോർ, അതായത് മ്യൂ എഫ് ഇസ് ഈക്വൽ ടു 0.5 ആണ്. ഇഫ് എ മാൻ ഹൂസ് വെയ്റ്റ് ഈസ് half that of ladder's weight ascends it, how high will he when the ladder slips? ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് നമുക്കിതായത് ഒരു ലാഡർ തന്നിട്ടുണ്ട്, ഇത് ഒരു വോളിനും ഒരു ഫ്ലോറിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഇതുപോലെ ചാരി വെച്ചിട്ടുണ്ട്.
ഈ പോയിന്റിന് എ എന്നും ഈ പോയിന്റിന് ബി എന്നും കൊടുക്കാം, ഈ പോയിന്റിന് ഒ എന്ന് കൊടുക്കാം. ഇവിടുത്തെ ആംഗിൾ 45 ഡിഗ്രി, ഇവിടുത്തെ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ലാഡറിൻ്റെ വെയിറ്റിന് നമുക്ക് ഡബ്ല്യു എന്ന് കൊടുക്കാം. അത് ആക്ട് ചെയ്യുന്ന പോയിന്റ് സി ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ലാഡറിൻ്റെ വെയിറ്റിൻ്റെ പകുതി വെയിറ്റുള്ള ഒരു മാൻ. അപ്പോൾ ലാഡറിൻ്റെ വെയിറ്റ് ഡബ്ല്യു ആണെങ്കിൽ മാൻ്റെ വെയിറ്റ് അതിൻ്റെ പകുതി W/2 ആണ്. അപ്പോൾ ലാഡറിൻ്റെ വെയിറ്റിന് നേരെ പകുതി വെയിറ്റുള്ള ഒരാൾ താഴെ നിന്ന് മുകളിലേക്ക് കയറുവാണ്. അതാണ് അസെൻസ് ഇറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് W/2 വെയിറ്റുള്ള ഒരാൾ ക്ലൈംബ് ചെയ്ത് മുകളിലേക്ക് വരുവാണെങ്കിൽ ഏത് ഹൈറ്റിലെത്തുമ്പോഴാണ് ഈ ലാഡർ സ്ലിപ്പ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ലാഡറിൻ്റെ ലെങ്ത്ത് 4 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എ മുതൽ ബി വരെയുള്ള ഈ ലാഡറിൻ്റെ ലെങ്ത്ത് 4 മീറ്റർ ആണ്. അതിൽ തന്നെ സെൻറ്ററിലാണ് സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. സെൽഫ് വെയിറ്റ് ഡബ്ല്യു ആണ്. ആ പോയിന്റ് സി എന്ന് കൊടുക്കാം, ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ സി ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ബി സി ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ ആണ്. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ, ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ, അത് ലാഡറിൻ്റെ പകുതി. ഇനി നമുക്ക് വരുന്നത് ഇവിടുത്തെ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരാൾ കയറി മുകളിലേക്ക് വരുന്നുണ്ട്. ആ മാൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ ലാഡറിൻ്റെ വെയിറ്റിൻ്റെ പകുതിയാണ്. അപ്പോൾ സപ്പോസ് നമുക്കൊരു അസംഷൻ എടുക്കാം, മാൻ ഇപ്പോൾ നിൽക്കുന്നത് ഡി എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ ഈ പോയിന്റ് ഡി എന്ന് കൊടുക്കാം. അപ്പോൾ ഏത് പോയിന്റിലെത്തുമ്പോഴാണ് ഈ ലാഡർ സ്ലിപ്പ് ആകുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ തൽക്കാലം ഈ മാൻ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നിൽക്കുന്നതെന്ന് അസംഷൻ എടുക്കാം. ഈ എക്സ് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് സി, അത് നേരെ താഴത്തേക്ക് പ്ലോട്ട് ചെയ്ത് നമുക്ക് എഫ് എന്നുള്ള പോയിന്റ് കിട്ടും. മാൻ നിൽക്കുന്നത് ഡി എന്ന് പറയുന്ന പോയിന്റാണ്, നേരെ താഴത്തേക്ക് പ്ലോട്ട് ചെയ്താൽ ഇ എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഓക്കെ, ഇനി ആസ് യൂഷ്വൽ ഫ്ലോറിൽ നിന്നുള്ള റിയാക്ഷൻ RF ആണ്. ലാഡർ സ്ലിപ്പ് ചെയ്ത് വീഴുന്നത് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് റൈറ്റിലേക്കായിരിക്കും. അത് μF/RF ആണ്. ഇനി വോളിൽ നിന്നുള്ള റിയാക്ഷൻ RW ആണ്. ലാഡർ സ്ലിപ്പ് ചെയ്ത് താഴത്തേക്കാണ് വീഴാനുള്ള ടെൻഡൻസി. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്വേർഡ്സ് ആയിരിക്കും. അത് μW/RW. അപ്പോൾ ഓവറോൾ ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി എന്ത് ചെയ്യുക? ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ADE എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ട്രയാങ്കിൾ ADEയിൽ cos 45 എടുക്കുക. cos 45 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് സൈഡ് AE ബൈ ഹൈപ്പോട്ടന്യൂസ് AD. നമുക്ക് വേണ്ടത് AE എന്ന് പറയുന്ന സൈഡാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ AE എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? AE എന്ന് പറയുമ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ AD cos 60 ആണ്. AD നമുക്കറിയാം എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എക്സ് cos 45 എന്ന് കിട്ടും. ഇനി അടുത്തത് ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ACF എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഇനി AC എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ACF എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എടുക്കുക. ഇത് 2 മീറ്റർ ആണ്, ഇത് 45 ഡിഗ്രിയാണ്. വീണ്ടും cos 45 എടുക്കുക. cos 45 എടുക്കുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് AF ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് AC. അവിടെ നിന്ന് AF ഇസ് ഈക്വൽ ടു AC cos 45 എന്ന് കിട്ടും. AC എന്ന് പറയുമ്പോൾ 2 ആണ്, അപ്പോൾ 2 cos 45 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഈ ഒരു വലിയ ട്രയാങ്കിൾ എടുക്കുക. ABO എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. മൊത്തത്തിൽ ഈ ഒരു ലെങ്ത്ത് 4 മീറ്റർ ആണ്. ലാഡറിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഇത് 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ABO എടുക്കുക. ഇതാണ് ട്രയാങ്കിൾ ABO. ഇതിനകത്തുനിന്ന് cos 45 ആദ്യം എഴുതുക. cos 45 is equal to adjacent side by hypotenuse. Adjacent side AO divided by hypotenuse AB. AB എന്ന് പറയുന്ന ലെങ്ത്ത് 4 മീറ്റർ ആണ്. Therefore AO is equal to 4 cos 45 എന്ന് കിട്ടും. സിമിലർലി ഇതേ ട്രയാങ്കിളിൽ നിന്ന് sin 45 എഴുതുക. sin 45 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് BO ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് AB. Therefore BO is equal to 4 sin 45 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ എന്തിൻ്റെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി? AEക്ക് പകരം x cos 45 കിട്ടി, AFന് പകരം 2 cos 45 കിട്ടി, AOക്ക് പകരം 4 sin cos 45 എന്ന് കിട്ടി, BOക്ക് പകരം 4 sin 45 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഗിവൺ ഡാറ്റ ലെങ്ത് ഓഫ് ദ ലാഡർ 4 മീറ്റർ, ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് അറ്റ് ഫ്ലോർ μF is equal to 0.5, ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് അറ്റ് വാൾ μW is equal to 0.4 എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. We have sigma fx is equal to 0. Sum of forces in horizontal direction is equal to 0. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ്. അപ്പോൾ μF/RF പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് വരുന്ന നെഗറ്റീവ്, അപ്പോൾ RW നെഗറ്റീവ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തെന്ന് വരും? μF/RF മൈനസ് RW is equal to 0. μFൻ്റെ വാല്യൂ 0.5 ആണ്. അപ്പോൾ μFന് പകരം 0.5 എന്ന് കൊടുക്കുക. ഈ മൈനസ് RW റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
ഇത് 0.5 RF അതുപോലെ എഴുതി is equal to RW എന്ന് കിട്ടും. ഇവിടെ നിന്ന് RF is equal to RW divided by 0.5 എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് സിഗ്മ എഫ് y is equal to 0. Sum of forces in vertical direction is equal to 0. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് ആയിട്ട് ഇവിടെ ഒരു RW ഉണ്ട്, ഇവിടെ ഒരു μW ഉണ്ട്, RW ഉണ്ട്. ഇത് രണ്ട് അപ്വേർഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. ഡൗൺവേർഡ് ആയിട്ട് ഇവിടെ ഒരു W ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു W/2 ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് RF പ്ലസ് μW RW മൈനസ് W മൈനസ് W/2 is equal to 0. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ നമ്പർ 1-ൽ RFന് പകരം RW/0.5 എന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ RFന് പകരം RW/0.5 പ്ലസ് μW RW ആണ്. μWയുടെ വാല്യൂ 0.4 ഇൻറ്റു RW. ഇനി അടുത്തത് മൈനസ് W ഇപ്പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് W ആവും, മൈനസ് W/2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് W/2 ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ ഒരു ടേമിൽ നിന്ന് RW കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ RW പുറത്തേക്ക് എടുത്താൽ ഫസ്റ്റ് ടേമിൽ നിന്ന് ബാക്കി 1/0.5 പ്ലസ് സെക്കൻഡ് ടേമിൽ നിന്ന് 0.4 ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് W കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്തുണ്ടാവും, ഇതിൽ 1 ഉണ്ടാവും, 1 പ്ലസ് ഇതിൻ്റെ അകത്ത് 1/2 ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇതങ്ങ് സോൾവ് ചെയ്യാം. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്താൽ 2.4 കിട്ടും. അപ്പോൾ 2.4 ഇൻറ്റു RW ഇസ് ഈക്വൽ ടു ഇത് സോൾവ് ചെയ്യുമ്പോൾ 1.5 ഇൻറ്റു W എന്ന് കിട്ടും. ഫർദർ നമുക്ക് RW കണ്ടുപിടിക്കാം. RW ഇസ് ഈക്വൽ ടു 1.5 ഡിവൈഡഡ് ബൈ 2.4. അപ്പോൾ 1.5 ഡിവൈഡ് ബൈ 2.4 എന്ന് പറയുമ്പോൾ 0.625 ആണ് ഇൻറ്റു W. അപ്പോൾ നമുക്ക് RWയുടെ വാല്യൂ കിട്ടിയല്ലോ. RW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഡറിൻ്റെ വെയിറ്റ് എത്രയാണോ അതിൻ്റെ 0.625 ടൈംസ്. അപ്പോൾ RW ഇസ് ഈക്വൽ ടു 0.625 W എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഈ വാല്യൂ എടുത്ത് ഇക്വേഷൻ നമ്പർ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 1 വി ഹാവ് RF ഇസ് ഈക്വൽ ടു RW/0.5. RW നമുക്ക് കിട്ടി 0.625 W ഡിവൈഡഡ് ബൈ 0.5. ഇത് രണ്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1.25 W കിട്ടും. അപ്പോൾ RWന് നമുക്ക് 0.625 Wയും RFന് 1.25 W എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് മൊമെൻ്റ് അറ്റ് A ഈക്വൽ ടു 0 എടുക്കാം. അപ്പോൾ മൊമെൻ്റ് അറ്റ് A എന്ന് പറയുമ്പോൾ ഇതാണ് പോയിൻ്റ്. എയിലെ മൊമെൻ്റ് എടുക്കുമ്പോൾ എയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി ഏത് വരും, ഫസ്റ്റ് ഇതാ ഈ ഒരു ഫോഴ്സ് വരും, W/2 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ AE ആണ്. ഇത് ആക്ട് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. അടുത്തത് W എന്ന് പറയുന്ന ഫോഴ്സാണ്, ഇൻറ്റു A എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത് AF ആണ്. ഇനി മൊമെൻ്റ് ആക്ട് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണ്, അപ്പോൾ അത് രണ്ട് പോസിറ്റീവ് മൊമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ W/2 ഇൻറ്റു AE പ്ലസ് W ഇൻറ്റു AF. ഇനി അടുത്തത് ഇതാ ഈ ഒരു ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്, μW ഇൻറ്റു RW. A എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത് AO ആണ്. ഡയറക്ഷൻ വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സോ മൈനസ് ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് ഈ ഒരു RW എന്ന് പറയുന്ന ഫോഴ്സ് കൺസിഡർ ചെയ്താൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്, A എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് BO ആണ്. ആക്ട് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തെന്ന് വരും, മൈനസ് μW RW ഇൻറ്റു AO മൈനസ് RW ഇൻറ്റു BO ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ എഴുതാം, AO AF AO BO ഇതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കണം. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഇതാ എയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, AFൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, AOയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, BOയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ W/2 അതുപോലെ എഴുതി, AEക്ക് പകരം X cos 45 എന്ന് എഴുതി, പ്ലസ് W അതുപോലെ എഴുതി, AFന് പകരം 2 cos 45 എന്ന് എഴുതി. ഇനി അടുത്തത് രണ്ട് മൈനസ് ടേംസ് ഉണ്ട് അല്ലേ, ഇതൊരു മൈനസ് ടേമും ഇതൊരു മൈനസ് ടേമും, അത് നമുക്ക് ഈക്വൽ ടുവിൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇസ് ഈക്വൽ ടു നമുക്ക് ആദ്യം ഈ ഒരു ടേം എഴുതാം. ആദ്യം μWയുടെ വാല്യൂ 0.4, RW നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു, എന്തായിരുന്നു 0.625 W. ഇനി AOക്ക് വരാൻ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ 4 cos 45 ആണ്. ഇനി അടുത്ത് ഈ ഒരു ടേം ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ പ്ലസ് RW നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു 0.625 W ഇൻറ്റു BOയുടെ വാല്യൂ 4 sin 45 ആണ്. സോൾവ് ചെയ്യാമല്ലോ. സോൾവ് ചെയ്യുമ്പോൾ ഇതാ ഈ രണ്ട് ടേം എടുത്താൽ, ഈ രണ്ട് ടേം അല്ല ഈ കംപ്ലീറ്റ് ഇക്വേഷൻ എടുത്താൽ ഇതിൻ്റെ അകത്ത് W ഇവിടെയുണ്ട്, W
ഇവിടെ ഒരു ഡബ്ല്യു ഉണ്ട്, ഇവിടെ ഒരു ഡബ്ല്യു ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ മൊത്തത്തിൽ നിന്ന് ഡബ്ല്യു ഡിവൈഡ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ എല്ലാ ടേമിലും ഡബ്ല്യു എന്ന് പറയുന്ന ടേം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഡബ്ല്യു എല്ലാത്തിൽ നിന്നും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി ഫസ്റ്റ് ടേമിൽ നിന്ന് ഡബ്ല്യു പോയാൽ ബാക്കി എന്ത് വരും? എക്സ് കോസ് 45/2. അപ്പോൾ കോസ് 45/2 ഇൻറ്റു എക്സ് പ്ലസ് ഇവിടെ നിന്ന് ഡബ്ല്യു പോയാൽ ബാക്കി 2 കോസ് 45 ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഡബ്ല്യു പോയിട്ട് ബാക്കി ഇതങ്ങ് സോൾവ് ചെയ്തില്ല, ബാക്കി നമുക്ക് ഒരുമിച്ച് എഴുതാം. 0.4 ഇൻറ്റു 0.625 ഇൻറ്റു 4 കോസ് 45 പ്ലസ് ഇവിടെ നിന്ന് ഡബ്ല്യു പോയാൽ ബാക്കി 0.625 ഇൻറ്റു 4 സൈൻ 45. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യുമ്പോൾ 0.3536 എക്സ് ഇസ് ഈക്വൽ ടു ഈ ടേം ഫുള്ള് സോൾവ് ചെയ്താൽ 0.707 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 1.768 എന്ന് കിട്ടും. ഇനി ഈ ഒരു ടേം ഈക്വൽ ടുവിനെ റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 1.414 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇത്രയും കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1.0608 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സ് ആണ് വേണ്ടത്. എക്സ് ഇസ് ഈക്വൽ ടു 1.0608 ഡിവൈഡഡ് ബൈ ഈ ഒരു ടേം 0.3536. സോൾവ് ചെയ്യുമ്പോൾ 3 മീറ്റർ എന്ന് കിട്ടും. ദർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 3 മീറ്റർ. എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലാക്കിയത്? ഈ ലാഡറിൽ ഈ മാൻ്റെ വെയിറ്റ് W/2 ആണ്. അപ്പോൾ പുള്ളി ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ മാൻ നടന്ന് എവിടെ എത്തുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 മീറ്റർ ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ലാഡർ സ്ലിപ്പ് ചെയ്ത് താഴത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചതായിരുന്നു ഈ മാൻ മുകളിലേക്ക് നടന്ന് ഏത് പോയിൻ്റ് എത്തുമ്പോഴാണ് ലാഡർ സ്ലിപ്പ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയത് എക്സ് ഇസ് ഈക്വൽ ടു 3 മീറ്റർ എന്നാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നടന്ന് 3 മീറ്റർ ഹൈറ്റ് വരെ എത്തിക്കഴിയുമ്പോൾ മാൻ 3 മീറ്റർ ഹൈറ്റ് വരെ എത്തിക്കഴിയുമ്പോൾ ലാഡർ സ്ലിപ്പ് ചെയ്ത് വീഴും. ഓക്കെ, ഇതായിരുന്നു ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 2 പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.